സ്പെയിനിലെ ലിംപിയാസിലുള്ള 16-ാം നൂറ്റാണ്ടിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെയും ശാസ്ത്രലോകത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമാണ്. ദേവാലയ അൾത്താരയിലെ 6 അടി ഉയരമുള്ള യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിൽ സംഭവിക്കുന്നത് നിരവധി അത്ഭുതങ്ങളാണെന്നാണ് ആയിരക്കണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ക്രൂശിത രൂപം കാണുവാനും പ്രാർത്ഥിക്കുവാനും വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് വിശ്വാസികളും 100-കണക്കിന് ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരുമാണ് ഒഴുകിയെത്തുന്നത്. ഈ ക്രൂശിത രൂപത്തിന് 6 അടി ഉയരമാണുള്ളത്. 17-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ശില്പി പെഡ്രോ ഡി മെനയാണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ അന്ത്യനിമിഷങ്ങളിലെ മരണവേദനയും സ്വർഗത്തിലേക്കുള്ള നോട്ടവും അതീവ കൃത്യതയോടെ ഇതിൽ ചിത്രീകരിക്കുന്നു. 1914-ലാണ് ആദ്യമായി ഈ രൂപത്തിൽ മാറ്റങ്ങൾ ദൃശ്യമായത്. ദേവാലയത്തിലെ ജോലികൾക്കായി എത്തിയ ഡോൺ ആന്റോണിയോ ലോപ്പസ് എന്ന സന്യാസി രൂപത്തിന്റെ കണ്ണുകൾ പതുക്കെ അടയുന്നതായും 5 മിനിറ്റോളം ആ നിലയിൽ തുടരുന്നതായും കണ്ട് ബോധരഹിതനായി വീണു. പിൽക്കാലത്ത് 1919ഓടെയാണ് ഈ അത്ഭുതങ്ങൾ ജനമധ്യത്തിൽ വ്യാപകമായത്. 1919 മാർച്ച് 30-ന് ഒരു മിഷൻ പ്രസംഗത്തിനിടെയാണ് 100-കണക്കിന് ആളുകൾ ഒരേ സമയം ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചത്. പള്ളിയിലുണ്ടായിരുന്ന കുട്ടികൾ രൂപത്തിന്റെ കണ്ണുകൾ ചലിക്കുന്നത് കണ്ട് ബഹളം വയ്ക്കുകയും തുടർന്ന് മുതിർന്നവരും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ക്രൂശിത രൂപത്തിന്റെ കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതായും വശങ്ങളിലേക്ക് നോക്കുന്നതായും പലരും കണ്ടു. ചിലർക്ക് ക്രിസ്തു തങ്ങളെ നേരിട്ട് നോക്കുന്നതായി അനുഭവപ്പെട്ടു. ക്രൂശിത രൂപത്തിന്റെ നെഞ്ചിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ പൊടിയുന്നതായി കണ്ടതിനെ തുടർന്ന് പുരോഹിതർ ഏണിയിൽ കയറി പരിശോധിച്ചു. അവരുടെ വിരലുകൾ ദ്രാവകം കൊണ്ട് നനഞ്ഞതായി ജനക്കൂട്ടത്തിന് കാണിച്ചു കൊടുത്തു. കൂടാതെ മുൾക്കിരീടം തറച്ച ഭാഗങ്ങളിൽ നിന്ന് പുതിയ രക്തം വാർന്നൊലിക്കുന്നതായും ചിലർ കണ്ടു. വെറും കാഴ്ചഭ്രമമാണെന്ന് വിശ്വസിച്ചെത്തിയ പല ഡോക്ടർമാരും പിന്നീട് ഭയഭക്തിയോടെയാണ് മടങ്ങിയത്. യേശുവിന്റെ അന്ത്യനിമിഷങ്ങളിലെ മരണവെപ്രാളം ആ രൂപത്തിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നത് താൻ 2 മണിക്കൂറോളം നിരീക്ഷിച്ചതായി ഡോക്ടർ പൈനോ മരിയ രേഖപ്പെടുത്തി. ക്രൂശിത രൂപം ഒരു അസ്ഥികൂടം പോലെ മാറുന്നതായും പിന്നീട് പഴയപടിയാകുന്നതായും കണ്ട ഡോക്ടർ പെഡ്രോ ക്യൂസ്റ്റ ഭയന്ന് പള്ളിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്റെ ദൈവശാസ്ത്ര ബിരുദത്തിലും അന്തസ്സിലും സത്യം ചെയ്യുന്നു, ഞാൻ കണ്ടത് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് അദ്ദേഹം പിന്നീട് പ്രസ്താവിച്ചു. ലിംപിയാസിലെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്ററുകളിൽ 8,000-ലധികം സാക്ഷ്യപത്രങ്ങളാണുള്ളത്. ഇതിൽ 2,500 എണ്ണം സത്യപ്രസ്താവനകളാണ്. പുരോഹിതർ, ഡോക്ടർമാർ, അഭിഭാഷകർ, പ്രൊഫസർമാർ എന്നിവരും വിദേശത്തു നിന്നുള്ള ബിഷപ്പുമാർ ഇതിൽ ഉൾപ്പെടുന്നു. സംഭവങ്ങൾ നടന്ന 3 വർഷത്തിനുള്ളിൽ തന്നെ ബാരൻ എവാൾഡ് വോൺ ക്രിസ്റ്റ് ഇതിനെക്കുറിച്ച് വിശദമായ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. 1920-ൽ സാന്താഡോറിലെ ബിഷപ്പ് ഇതിനെക്കുറിച്ച് കാനോനികമായ അന്വേഷണം നടത്തി. സഭ ഈ സംഭവങ്ങളെ ഗൗരവത്തോടെ കാണുകയും വിശ്വാസികൾക്ക് പാപപരിഹാരത്തിനായി പ്രത്യേക ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ക്രൂശിതനായ കർത്താവെ, ഞങ്ങളിൽ കനിയണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്നും 10,000-ങ്ങൾ ലിംപിയാസിലെ ഈ അത്ഭുത കുരിശിനു മുന്നിൽ എത്തുന്നു. ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത ഈ പ്രതിഭാസം ഇന്നും ലോകത്തിന് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.